പത്തനംതിട്ട പന്തളത്ത് കടയുടമയ്ക്ക് നേരെ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണം. കടയുടമ പന്തളം സ്വദേശി ശ്രീകാന്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിച്ച ഭക്ഷണത്തിന്റെ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. നന്ദുഷ ചേരുന്നു. നന്ദുഷ, എന്താണ് സംഭവം? ഇന്നലെ രാത്രിയിലാണ് പന്തളം മണികണ്ഠനാൽത്തറ ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. ശ്രീനാഥിനെ അനുജൻ ശ്രീനാഥിന്റെ മേൽത്തോണ്ട ചുമതലയുണ്ടായിരുന്ന തട്ടുകടയിലാണ് ആദ്യം ഈ 10 അംഗ സംഘം ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. പിന്നീട് ശ്രീനാഥുമായി ഈ സംഘം ഒരു വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. അതിനെ തുടർന്ന് വഴക്ക് രൂക്ഷമായതോടെ ശ്രീനാഥ് സ്വന്തം ചേട്ടനും കടയുടെ ഉടമയുമായ ശ്രീകാന്തിനെ ഈ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീട് ശ്രീകാന്ത് എത്തിയപ്പോഴേക്കും സംഭവം വഷളായി. ഈ 10 അംഗ സംഘം അക്രമാസക്തരായി ശ്രീകാന്തിനെ കൂട്ടം കൂടി ആക്രമിക്കുകയായിരുന്നു. സ്റ്റീൽ ജഗ്ഗും നാരങ്ങാവെള്ളം ഒഴിക്കുന്ന ഗ്ലാസും ഉപയോഗിച്ച് ശ്രീകാന്തിന്റെ തലയ്ക്ക് ഗുരുതരമായ മുറിവേൽപ്പിച്ചു. 20ഓളം തുന്നലാണ് ഈ മുറിവേൽപ്പിക്കലുണ്ടായത്. ശ്രീകാന്ത് ഇപ്പോൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിന്റെ ഈ ആക്രമണം സംബന്ധിച്ച കാരണം വളരെ രസകരമാണ്. അവർ ഇന്നലെ 10 പേരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ എത്തുകയും ഓംലെറ്റും ചായയും പറഞ്ഞു. എന്നാൽ ഒരു ഓംലെറ്റും ഒരു ചായയും ഇവർ കഴിച്ചിരുന്നില്ല. ഈ കഴിക്കാതെ തന്നെ ഓർഡർ ചെയ്ത ഭക്ഷണത്തിന്റെ പണം ഈ ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇതോടെ ഈ സംഘം കട അടിച്ചു തകർക്കുകയും കട ഉടമകളെയും കടയുടെ ജീവനക്കാരെയും മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. ഏതായാലും ഈ 10 അംഗ സംഘത്തെ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശ്രീനാഥിന്റെ നില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ശരി, നന്ദുഷ.